ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ചതുശ്ചത്വാരിംശത്തമോऽധ്യായ. ശ്രീശുക ഉവാച. ഏവം ചർച്ചിതസങ്കൽപ്പോ ഭഗവാൻ മധുസൂദന ആസസാദാഥ ചാണൂരം മുഷ്ടികം രോഹിണീസുത. ഹസ്താഭ്യാം ഹസ്തയോർബദ്ധ്വാ പദ്ഭ്യാമേവ ച പാദയോഃ വിചകർഷതുരന്യോന്യം പ്രസഹ്യ വിജിഗീഷയാ. അരത്നീദ്വേ അരത്നീഭ്യാം ജാനുഭ്യാം ചൈവ ജാനുനേ ശിരശീഷ്ണോരസോരസ്താവന്യോന്യമഭിജഘ്നതു. പരിഭ്രാമണവിക്ഷേപ പരിരംഭാവപാതനേ ഉത്സർപ്പണാപസർപ്പണേശ്ചാന്യോന്യം പ്രത്യരുന്ധതാം. ഉത്ഥാപനൈരുന്നയനൈശ്ചാലനൈസ്ഥാപനൈരപി പരസ്പരം ജിഗീഷന്താവപചക്രദുരാത്മന. തദ്ബലാബലവദ്യുദ്ധം സമേതാ സർവയോഷിത ഊജുഃ പരസ്പരം രാജൻ സാനുകമ്പാവരൂധശ. മഹാനയം ബദാധർമ്മ യേഷാം രാജസഭാസദാം. യേ ബലാബലവദ്യുദ്ധം രാജ്ഞോന്വിച്ഛന്തി പശ്യത. ക്വ വജ്രസാരസർവാംഗോ മല്ലൗ ശൈലേന്ദ്രസന്നിഭോ ക്വ ചാതിസുകുമാരാംഗോ കിശോരോ നാപ്തയൗവനോ. ധർമ്മവ്യതിക്രമോ ഹ്യസ്യ സമാജസ്യ ധ്രുവം ഭവേത്. യത്രാധർമ്മഃ സമുത്തിഷ്ഠേന്നസ്തേയം തത്ര കൈർഹിചിത്. ന സഭാം പ്രവിശേത് പ്രാജ്ഞ സഭ്യദോഷാനനുസ്മരൻ. അബ്രുവൻ വിബ്രുവന്നജ്ഞോ നരഃ കിൽബിഷമശ്നുതേ. വൽഗതഃ ശത്രുമഭിതഃ കൃഷ്ണസ്യ വദനാംബുജം വീക്ഷ്യതാം ശ്രമവാര്യുക്തം പദ്മകോശമിവാംബുഭിഃ. കിം ന പശ്യത രാമസ്യ മുഖമാതാമ്രലോചനം മുഷ്ടികം പ്രതി സാമർഷം ഹാസസംരംഭശോഭിതം. പുണ്യാബദവ്രജഭുവോ യദയം നൃലിംഗഗൂഢഃ പുരാണപുരുഷോ വനചിത്രമാല്യ ഗാഃ പാലയൻ സഹബലഃ കൊണയംശ്ച വേണും വിക്രീഡയാഞ്ചതി ഗിരിത്രരമാർച്ചിതാഘ്രേ. ഗോപ്യസ്തപഃ കിമചരൻ യദമുഷ്യരൂപം ലാവണ്യസാരമസമോർധ്വമനന്യസിദ്ധം. ദൃഗ്ഭിഃ പിബന്ത്യനുസവാഭിനവം ദുരാപമേകാന്തധാമ യശസഃ ശ്രിയ ഐശ്വരസ്യ. യാദോഹനേ വഹനനേ മഥനോ ബലേ പപ്രേംഖേങ്കനാർപ്പരുദിതോക്ഷണമാർജനാദൗ. ഗായന്തി ചൈനമനുരക്തധിയോശ്രുകണ്ഠ്യോ ധന്യാ വ്രജസ്ത്രിയ ഉരുക്രമചിത്തയാനാ. പ്രാതർവ്രജാത് വ്രജത ആവിശതശ്ച സായം ഗോഭിഃ സമം കൊണയദോസ്യ നിശമ്യ വേണും. നിർഗമ്യ തൂർണമബലാഃ പഥി ഭൂരിപുണ്യാ പശ്യന്തി സസ്മിതമുഖം സദയാവലോകം. ഏവം പ്രഭാഷമാണാസു സ്ത്രീഷു യോഗേശ്വരോ ഹരി. ശത്രും ഹന്തും മനശ്ചക്രേ ഭഗവാൻ ഭരതർഷഭ. സഭയാ സ്ത്രീഗിരഃ ശ്രുത്വാ പുത്രസ്നേഹശുചാതുരോ പിതരാവന്വതപ്യേതാം പുത്രയോരബുധോ ബലം. തൈസ്തൈർനിയുദ്ധവിധിഭിർവിവിധൈരച്യുതേതരോ യൂഥാതേ യഥാന്യോന്യം തഥൈവ ബലമുഷ്ടികൗ. ഭഗവദ്ഗാത്രനിഷ്പാദൈർവജ്രനിഷ്പേഷനിഷ്ഠുരൈ ചാണൂരോ ഭജ്യമാനാംഗോ മുഹുർഗ്ലാനിമവാപഃ. സശ്യേന വേഗ ഉത്പത്യമുഷ്ടീകൃത്യ കരാവുഭോ ഭഗവന്തം വാസുദേവം ക്രുദ്ധോ
വക്ഷസ്യ ബാധത നാചലത്തത്പ്രഹാരേണ മാലാഹത ഇവ ദ്വിപ ബാഹുർനിഗൃഹ്യ ചാണൂരം ബഹുശോ ഭ്രാമയൻ ഹരി ഭൂപൃഷ്ഠേ ബോധയാമാസ തരസാ ക്ഷീണജീവിതം വിസ്രസ്താകൽപകേശസ്രഗ്വിന്ദ്രധ്വജ ഇവാപതത് തഥൈവ മുഷ്ടികഃ പൂർവം സ്വമുഷ്ട്യാഭിഹതേന വൈ ബലഭദ്രേണ ബലിന തലേനാഭിഹതോ ഭൃശം പ്രവേപിത സ രുധിരമുദ്വമന്മുഖതോർദിത വ്യസുപ്പപാതോർവ്യുപസ്ഥേ വാതാഹത ഇവാംഘ്രിപ തതഃ കൂടമനുപ്രാപ്തം രാമഃ പ്രഹരതാം വര അവധീലീലയാ രാജൻ സാവജ്ഞം വാമമുഷ്ടിനാ തർഹ്യേവ ഹി ശലഃ കൃഷ്ണപാദാപഹത ശീർഷക ദ്വിധാ വിദീർണസ്തോശലക ഉഭാവഭിനിവേദതു ചാണൂരേ മുഷ്ടികേ കൂടേ ശലേ തോശലകേ ഹതേ ശേഷാ പ്രദുദ്രുവുർമല്ലാ സർവേ പ്രാണപരീപ്സവഃ കോപാൻവയസ്യാനാഗൃഹ്യ തൈ സംസൃജ്യ വിജഹ്രതു വാദ്യമാനേഷു തൂര്യേഷു വൽഗന്ധോ രുതനൂപുരൗ ജനാഃ പ്രജഹൃഷു സർവേ കർമ്മണാ രാമകൃഷ്ണയോ ഹൃദേ കംസം വിപ്രമുഖ്യാ സാധവഃ സാധു സാധ്വിതി ഹതേഷു മല്ലവര്യേഷു വിദ്രുതേഷു ച ഭോജരാട് നിവാരയത് സ്വതൂര്യാണി വാക്യം ചേദമുവാചഃ നിസ്സാരയത ദുർവൃത്തോ വസുദേവാത്മജോ പുരാത് ധനം ഹരത ഗോപാനാം നന്ദം ബധ്നീത ദുർമഭിം വസുദേവസ്തു ദുർമേധാ ഹന്യതാമാശ്വസത്തമ ഉഗ്രസേനഃ പിതാ ചാപി സാനുഗഃ പരപക്ഷഗ ഏവം വിഗദ്ധമാനേ വൈ കംസേ പ്രകുപിതോ വ്യയ ലഖിംനോത്പത്യ തരസാ മഞ്ചമുത്തുംഗമാരുഹത് തമാവിശന്തമാലോക്യ മൃത്യുമാത്മന ആസനാത് മനസ്വി സഹസോത്ഥായ ജഗൃഹേ സോസി ജർമ്മണി തം ഖഡ്ഗപാണിം വിചരന്തമാശുശ്യേനം യഥാ ദക്ഷിണസവ്യമംബരേ സമഗ്രഹീദുർവിഷഹോഗ്രതേജ യഥോരഗം താക്ഷ്യസുതഃ പ്രസഹ്യ പ്രഗൃഹ്യ കേശേഷു ചലത്കിരീടം നിപാത്യരംഗോപരി തുംഗമഞ്ചാത് തസ്യോപരിഷ്ടാത് സ്വയമബ്ജനാഭ പപാദവിശ്വാശ്രയ ആത്മതന്ത്ര തം സംവരേദം വിജകർഷ ഭൂമൗ ഹരിര്യഥേഭം ജഗതോ വിപശ്യത ഹാഹേതി ശബ്ദസുമഹാംസ്തദാ ഭൂതുദീരിത സർവജനീർനരേന്ദ്ര സ നിത്യദോഗ്ദിഗ്നധിയാതമീശ്വരം പിബൻ വദൻ വാ വിചരൻ സ്വപൻ ശ്വസൻ ദദർശ ചക്രായുധമഗ്രതോ യതസ്തദേവ രൂപം ദുരവാപമാപ തസ്യാനുജാ ഭ്രാതരോഷ്ടോ കങ്കന്യഗ്രോധഗാദയ അഭ്യധാവന്നധിക്രുദ്ധോ ഭ്രാതുർനിർവേശകാരിണ തഥാധിരവസാം സ്ഥാംസ്തു സംയത്താൻ രോഹിണീസുത അഹൻ പരിഖമുദ്യമ്യ പശൂനിവ മൃഗാധിപ നേതുർദുന്ദുഭയോ വ്യോംനി ബ്രഹ്മേശാദ്യാ വിഭൂതയ പുഷ്പൈകിരന്തസ്തം പ്രീതാ ശശംസുർന മൃദുസ്ത്രിയ തേഷാം സ്ത്രിയോ മഹാരാജ സുഹൃന്മരണദുഃഖിതാ തത്രാഭീയൂർവിനിഘ്നന്ത്യ ശീർഷാണ്യശ്രുവിലോചന ശയാനാൻ വീരശയ്യായാം പതീനാലംഘ്യ ശോചതി വിലേപു സുസ്വരം നാര്യോ വിസൃജന്ത്യോ മുഹുശുച ഹാ നാഥ പ്രിയ ധർമ്മജ്ഞ കരുണാനാഥ വത്സല ത്വയാ ഹതേന നിഹതാ വയം ദേ സഗൃഹപ്രജാ ത്വയാ വിരഹിതാ പത്യാ പുരീയം പുരുഷർഷഭ ന ശോഭതേ വയമിവ നിവൃത്തോത്സവമംഗള അനാഗസാം ത്വം ഭൂതാനാം കൃതവാൻ ദ്രോഹമുൽബണം തേനേ മാം ഭോ ദശാം നീതോ ഭൂതധൃക്കോലഭേദശം സർവേഷാമിഹ ഭൂതാനാമേഷ ഹി പ്രഭവാപ്യയ
ഗോപ്താ ച തദവധ്യായീ ന ക്വചിത് സുഖമേധതേ. ശ്രീശുക ഉവാച രാജയോഷിത ആശ്വാസ്യ ഭഗവാൻ ലോകഭാവന യാമാഹുർലൗകികീം സംസ്ഥാം ഹതാനാം സമകാരയത്. മാതരം പിതരം ചൈവ മോചയിത്വാഥ ബന്ധനാത്. കൃഷ്ണരാമൗ വവന്ദാദേ ശിരസാ സ്പൃശ്യ പാദയോഃ. ദേവകീ വസുദേവശ്ച വിജ്ഞായ ജഗദീശ്വരോ കൃതസംവന്ദനോ പുത്രോ സ്വസ്വജാതേ ന ശങ്കിതോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കംസവധോ നാമ ചതുശ്ചത്വാരിംശത്തമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം 44 അധ്യായം. ഈ അധ്യായത്തിൽ കംസവധമാണ് പറയണത്. മല്ലന്മാരിലെ സമർത്ഥനായ ചാണൂരൻ യുദ്ധവേദിയിൽ വന്ന് രാമകൃഷ്ണന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ യുദ്ധകൗശലം കാണാൻ വേണ്ടി കംസമഹാരാജാവ് നിങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചതാണ്. രാജാവിനെ സന്തോഷിപ്പിക്കേണ്ടത് പ്രജകളുടെ ധർമ്മമാണ്. കാലിമേച്ച് നടക്കുന്നത് പോലെ ഇവിടെ ഒരു മല്ലയുദ്ധം ചെയ്യാം. അങ്ങനെ പ്രജകളായ നമുക്ക് കംസമഹാരാജാവിനെ പ്രിയം ചെയ്യാം. ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറയാണ്, ഞങ്ങളും കംസരാജാവിൻ്റെ പ്രജകളാണ്. രാജാവിനെ പ്രിയം ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ കുട്ടികളാണെങ്കിലും തുല്യബലമുള്ളവരുമായിട്ട് കളിക്കാം. അപ്പോൾ ചാണൂരൻ പറഞ്ഞു, നിങ്ങൾ ശക്തനായ ആ കുവലയാപീഠത്തിനെ വധിച്ചവരല്ലേ, അതുകൊണ്ട് ശക്തന്മാർ തന്നെയാണ്. കൃഷ്ണൻ എന്നോടും മുഷ്ടികൻ ബലരാമനോടും യുദ്ധം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങിയെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ഈ അധ്യായത്തിൽ ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, ഭഗവാൻ മധുസൂദനൻ ചാണൂരനോടും ബലരാമൻ മുഷ്ടികനോടും ഏറ്റുമുട്ടി. ഹസ്താഭ്യാം ഹസ്തയോർബദ്ധ്വാ പദ്ഭ്യാമേവ ച പാദയോഃ വിജകർഷദുരന്യോന്യം പ്രസഹ്യ വിജിഗീഷയാ. കൈകൾ കൊണ്ട് കൈകളിലും കാലുകൾ കൊണ്ട് കാലുകളിലും പരസ്പരം ബന്ധിച്ച് ജയിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഇരുകൂട്ടരും ബലം പ്രയോഗിച്ച് ശക്തിയായി വലിച്ചു. യുദ്ധസമ്പ്രദായം പറയാണ്, മുഷ്ടികൾ കൊണ്ട് മുഷ്ടികളെയും മുട്ടുകൾ കൊണ്ട് മുട്ടുകളെയും തലകൊണ്ട് തലയെയും ഉരസ്സുകൊണ്ട് ഉരസ്സിനെയും പരസ്പരം തമ്മിലടിച്ചു. തലയ്ക്കുമീതെ കറക്കിയും മുട്ടിച്ചും ഞെരിച്ചും വീഴ്ത്തിയും മുന്നോട്ടും പിന്നോട്ടും തള്ളിയും രണ്ടു കൂട്ടരും തമ്മിൽ ദ്വന്ദ്വയുദ്ധം ചെയ്തു. അവർ തമ്മിൽ കൈപിടിച്ചുയർത്തിയും ചലിപ്പിച്ചും കാലുകളിൽ മർദ്ദിച്ചും ജയിക്കാനുള്ള വാശിയോടെ അന്യോന്യം ആക്രമിച്ചു. ബലവാന്മാരും ബലഹീനരും തമ്മിലുള്ള പോരാട്ടം അന്യായമാണ് എന്ന് കണ്ടുനിന്നവർ പറയാൻ തുടങ്ങി. അവർ പറയാണ്, ഈ അധർമ്മം കാണുന്നത് പാപാണ്. രാജാവിൻ്റെ മുമ്പിൽ വെച്ച് ബാലന്മാരോട് അനുകമ്പ തോന്നിയ സ്ത്രീകൾ തമ്മിൽ പറയാണ്. 7 മുതലുള്ള 10 ശ്ലോകങ്ങൾ കൊണ്ട് സ്ത്രീകളുടെ സംഭാഷണം വിവരിക്കുന്നു. മഹാനയം ബദാധർമ്മ യേഷാം രാജസഭാസദാം യേ ബലാബലവത് യുദ്ധം
രാജ്ഞോന്വിച്ഛന്തി പശ്യതാ. ബലവാന്മാരും ബലഹീനന്മാരും തമ്മിലുള്ള യുദ്ധം പാടില്ലാത്തതാണ്. രാജാവിന് അതിഷ്ടാണെങ്കിൽ സഭാവാസികൾ അത് എതിർക്കണം. ഈ യുദ്ധം കണ്ട് രസിച്ചിരിക്കുന്നത് അധർമ്മാണ്. മല്ലന്മാരെ വജ്രം പോലെ കരുത്തരും പർവ്വത തുല്യരുമാണ്. അവരോട് ഏറ്റുമുട്ടുന്ന ബാലന്മാരെ പാവങ്ങളാണ്. ഈ യുദ്ധം ചതി തന്നെയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെയൊക്കെ അധർമ്മം ബാധിക്കും. അധർമ്മം നടക്കുന്നിടത്ത് വിവേകികൾക്ക് സ്ഥാനമില്ല. അവർ പുറത്തു പോകണം. അധർമ്മം നടക്കുന്നത് കണ്ട് മിണ്ടാതിരുന്നാലും തടസ്സം പറഞ്ഞാലും തനിക്കിതിലൊന്നും പങ്കില്ല എന്ന് പറഞ്ഞാലും സഭയിലിരുന്നാൽ ദോഷത്തിൽ പങ്കാളിയാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ സ്ത്രീകൾ പറയാണ്, ശത്രുക്കളുടെ ചുറ്റും സഞ്ചരിക്കുന്ന കോമളബാലനായ കൃഷ്ണൻ്റെ മുഖം കണ്ടു. അവൻ വിയർത്തു കുളിച്ചിരിക്കണു. മുഷ്ടികനോട് കോപിച്ച് രാമൻ മുഖം ചുമപ്പിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ? ഗോകുലം തന്നെയാണ് ധന്യം. അവിടെ കാടാണെങ്കിലും മനുഷ്യനായി അവതരിച്ച ഭഗവാൻ കൃഷ്ണൻ്റെ പാദങ്ങളെ ശിവനും ലക്ഷ്മീദേവിയുമൊക്കെ ആരാധിക്കുന്നു. അവിടെ വനമാല ധരിച്ച് മുരളീധരൻ പശുക്കളെ മേച്ച് ഏട്ടനോടൊപ്പം ലീലയാടി നടക്കണു. കാണാൻ എന്ത് സുഖം! ആ ഗോപസ്ത്രീകളുടെ ഭാഗ്യം! അവർ ഭാഗ്യം ചെയ്തവരാണ്. അവർ സൗന്ദര്യ സർവസ്വവും യശസ്, ശ്രീ, ഐശ്വര്യം എന്നിവയുടെ ഇരിപ്പിടവുമായ ആ ഭഗവത് സ്വരൂപത്തെ ദിവസവും കണ്ണുകൊണ്ട് പാനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ പുണ്യവതികൾ തന്നെയാണ്, സംശയമില്ല. അവർ കൃഷ്ണനിൽ അനുരക്തകളാണ്. അവർക്ക് എപ്പോഴും ആ കൃഷ്ണനെക്കുറിച്ച് മാത്രമാണ് ചിന്ത. അതുകൊണ്ട് പശുക്കളെ കറക്കുമ്പോഴും നെല്ല് കുത്തുമ്പോഴും തൈര് കലക്കുമ്പോഴും നിലം അടിച്ചു വാരുമ്പോഴും കുട്ടികളെ ലാളിക്കുമ്പോഴും കുട്ടികൾ കരയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനും എല്ലാം കൃഷ്ണൻ്റെ മഹിമകൾ പാടണു. അങ്ങനെ സദാസമയവും ആ ഭഗവാനിൽ തന്നെ മനസ്സർപ്പിക്കണു. സദാസമയവും മനസ്സിൽ ഭഗവാനെ മാത്രം ചിന്തിച്ച് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന ഗോപികമാർ തന്നെയാണ് ഏറ്റവും ധന്യകൾ. ഗോപന്മാർ പശുക്കളുമായി രാവിലെ കണ്ണനോടൊപ്പം കാട്ടിൽ പോണു. വൈകുന്നേരം ഗോകുലത്തിലേക്ക് മടങ്ങി വരണു. അവർക്ക് ഭഗവാന്റെ വേണുഗാനം കേൾക്കാൻ സാധിക്കണു. ഭഗവാന്റെ കൃപാകടാക്ഷവും സുന്ദരമായ തിരുമുഖവും നിത്യവും കാണാൻ കഴിയണു. ഇതിൽ പരം പുണ്യം വേറെ എന്താ ഉള്ളത്? ഏവം പ്രഭാഷമാണാസു സ്ത്രീഷു യോഗേശ്വരോ ഹരിഃ ശത്രും ഹന്തും മനശ്ചക്രേ ഭഗവാൻ ഭരതർഷഭ. സ്ത്രീകളിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് യോഗേശ്വരനായ കൃഷ്ണൻ ശത്രുവിനെ വേഗം തന്നെ വധിക്കാൻ തീരുമാനിച്ചു. മക്കളുടെ മഹിമ മനസ്സിൽ ഉറയ്ക്കാത്തവരും പുത്രസ്നേഹത്താലുള്ള ദുഃഖത്താൽ ആതുരരായ അച്ഛനമ്മമാർ വല്ലാതെ ദുഃഖിച്ചു. യുദ്ധമുറകളനുസരിച്ച് കൃഷ്ണനും ചാണൂരനും രാമനും മുഷ്ടികനും തമ്മിൽ യുദ്ധം ചെയ്തു. വജ്രപാതം പോലെ കഠിനമായ കൃഷ്ണൻ്റെ അടിയേറ്റ് ചാണൂരൻ തളർന്നു. അവൻ ഒരു പരുന്തിനെ പോലെ ക്രുദ്ധനായി രണ്ട് കൈകളും ചുരുട്ടിപ്പിടിച്ച് വാസുദേവനെ ശക്തിയോടെ പ്രഹരിച്ചു. മല്ലൻ്റെ ഇടിയേറ്റ് കൃഷ്ണൻ മാല കൊണ്ട് അടിയേറ്റ ആനയെപ്പോലെ നിസ്സാരമായി കരുതി അനങ്ങാതെ നിന്നു. ഭഗവാൻ ചാണൂരൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് പല പ്രാവശ്യം വട്ടത്തിൽ ചുറ്റിച്ച് തളർത്തി അവനെ നിലത്തടിച്ചു. മുടിയും മാലയും അലങ്കാരങ്ങളും അഴിഞ്ഞു വീണ അവൻ ജീവനറ്റ് നിലത്ത് വീണു.
പ്രബലനായ ബലരാമൻ മുഷ്ടികനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു വീഴ്ത്തി. അവൻ ചോര ഛർദ്ദിച്ച് മരം പോലെ നിലത്ത് വീണ് മരിച്ചു. പിന്നീട് കൂടനെ ബലരാമൻ ഇടിച്ചു കൊന്നു. കൃഷ്ണൻ്റെ ചവിട്ടേറ്റ് ശലൻ്റെ തല തകർന്നു. തോശലകനെ കൃഷ്ണൻ രണ്ടായി പിളർന്ന് വലിച്ചു കീറി കൊന്നു. ഈ മല്ലന്മാരെല്ലാവരും മരിച്ചപ്പോൾ മറ്റുള്ള കിങ്കരന്മാരൊക്കെ പേടിച്ച് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. വിജയികളായ രാമകൃഷ്ണന്മാരെ സുഹൃത്തുക്കളായ ഗോപന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് അവരോടൊപ്പം വാദ്യഘോഷങ്ങൾ മുഴക്കി ചിലമ്പുകളി കിലുക്കി നൃത്തം വെച്ച് കളിച്ചു. വിജയം ആഘോഷിച്ചു. ആ നൃത്തം കണ്ട് കംസനൊഴികെ എല്ലാവരും ആനന്ദപരവശരായി തീർന്നു. അത് കണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ കൊള്ളാം കൊള്ളാം, ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. മല്ലന്മാർ കൊല്ലപ്പെടുകയും മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തപ്പോൾ കംസമഹാരാജാവ് വാദ്യഘോഷങ്ങളൊക്കെ നിർത്തിവച്ച് കൽപ്പന പുറപ്പെടുവിച്ചു. 2 ശ്ലോകങ്ങളിലായിട്ടത് പറയുന്നു. നിസ്സാരയത ദുർവൃത്തൗ വസുദേവാത്മജോ പുരാത് ധനം ഹരത ഗോപാനാം നന്ദം ബധ്നീത ദുർമതിം വസുദേവസ്തു ദുർമേധാ ഹന്യതാമാശ്വസത്തമ ഉഗ്രസേന പിതാചാപി സാനുഗ പരപക്ഷക. തെമ്മാടികളായ ആ രാമകൃഷ്ണന്മാരെ ദേശാതിർത്തിക്കുള്ളിൽ നിന്ന് പുറത്താക്കുവിൻ. ഗോപന്മാരുടെ ധനം മുഴുവൻ കൊള്ളയടിക്കുവിൻ. ദുർബുദ്ധിയായ നന്ദഗോപനെ പിടിച്ചു കെട്ടുവിൻ, ബന്ധിക്കുവിൻ. നീചനായ വസുദേവനെ വധിക്കുവിൻ. ശത്രുപക്ഷക്കാരനായ എൻ്റെ പിതാവായ ശൂരസേനനെയും അനുചരന്മാരെയും കൊല്ലുവിൻ. ഇങ്ങനെ കംസൻ്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ മാധവൻ രോഷാകുലനായി അതിവേഗം തൻ്റെ ശരീരത്തിൻ്റെ കനം മുഴുവൻ കുറച്ച് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജമഞ്ചത്തിലേക്ക് ചാടിക്കയറി. തമാവിശന്തമാലോക്യ മൃത്യുമാത്മന ആസനാത് മനസ്വീ സഹസോത്ഥായ ജഗൃഹേ സോസി ചർമ്മണി. അന്ധകനായ കൃഷ്ണൻ മഞ്ചത്തിലേക്ക് ഓടി വരണത് കണ്ടപ്പോൾ കംസൻ വാളും പരിചയമെടുത്ത് പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് ശത്രുവിനെ നേരിട്ടു. തം ഖഡ്ഗപാണിം വിചരന്തമാശു ശ്യേനം യഥാ ദക്ഷിണസവ്യമംബരേ സമഗ്രഹീത് ദുർവിഷഹോഗ്രതേജ യഥോരഗം താർക്ഷ്യസുത പ്രസഹ്യ. ആകാശത്തിൽ പരുന്തിനെ പോലെ ചുറ്റുന്നവനും വാളെടുത്ത് പൊരുതുന്നവനുമായ കംസനെ ഗരുഡൻ സർപ്പത്തെ എന്ന പോലെ ഉഗ്രതേജസ്സാർന്ന കൃഷ്ണൻ പിടികൂടി. പ്രഗൃഹ്യ കേശേഷു ചലത് കിരീടം നിപാത്യരംഗോപരി തുംഗമഞ്ചാത് തസ്യോപരിഷ്ടാത് സ്വയമബ്ജനാഭ പപാദ വിശ്വാശ്രയ ആത്മതന്ത്ര. കംസന്റെ ശിരസിലെ കിരീടം ഇളകി. അന്തകൻ കംസനെ മുടിയിൽ പിടിച്ച് മഞ്ചത്തിൽ നിന്നും നിലത്തേക്ക് തള്ളിയിട്ടു. അതിനുശേഷം വിശ്വത്തിന് മുഴുവൻ ആശ്രയഭൂതനായ ഭഗവാൻ കംസൻ്റെ മാറിലേക്ക് സിംഹം ആനയുടെ നേരെ ചാടുന്നതുപോലെ ശ്രീഹരി കുതിച്ചു ചാടി. അപ്പം തന്നെ കംസൻ മൃതനായി. മരണഭയം കൊണ്ട് തന്നെ മരിച്ചു. ഭയം കൊണ്ടാണെങ്കിലും ആ ഭഗവാനെ ചിന്തിച്ച് ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ കൈകൊണ്ട് മരണമുണ്ടായി. സനിത്യദോദ്വിഗ്നധിയാ തമീശ്വരം പിബൻ വദൻ വാ വിചരൻ സ്വപൻ ശ്വസൻ ദദർശ ചക്രായുധമഗ്രതോ യദസ്തദേവരൂപം ദുരവാപമാപ. കംസൻ ആ അശരീരി കേട്ടതിന് ശേഷം
വെള്ളം കുടിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാ സമയത്തും ചക്രായുധനായ ഭഗവാൻ തന്നെ കൊല്ലാൻ വരുന്നത് പോലെ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നു. തന്നിമിത്തമായി കംസൻ സാരൂപ്യമുക്തി പ്രാപിച്ചു. കംസൻ്റെ അനുജന്മാരായ കങ്കൻ, ന്യഗ്രോധൻ തുടങ്ങിയ 8 പേരും കോപത്തോടെ രാമകൃഷ്ണന്മാരുടെ നേരെ ഓടിവന്നു. ബലരാമൻ അവരെയൊക്കെ പരിഘം കൊണ്ട് കൊന്നൊടുക്കി. നേതുർദുന്ദുഭയോ വ്യോംനി. ആ സമയത്ത് ആകാശത്തിൽ ദുന്ദുഭി മുതലായ വാദ്യങ്ങൾ മുഴങ്ങി. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരുടെ വിഭൂതികളായ ദേവശ്രേഷ്ഠന്മാർ സന്തോഷത്തോടെ പുഷ്പവൃഷ്ടി ചെയ്തു സ്തുതിച്ചു. ദേവസ്ത്രീകൾ നൃത്തം ചെയ്തു. കംസാദികളുടെ പത്നിമാർ ഭർത്താക്കന്മാരുടെ മരണത്തിൽ ദുഃഖിതരായി തലയ്ക്കടിച്ചു കരഞ്ഞുകൊണ്ട് ഓടിവന്നു. യുദ്ധക്കളത്തിലെത്തിയ അവർ ഭർത്തൃശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കി ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയാണ്: നാഥ, പ്രിയ, ധർമ്മജ്ഞ, കരുണാലയ, അനാഥരക്ഷക, അങ്ങ് കൊല്ലപ്പെട്ടതുകൊണ്ട് ഞങ്ങളും ഹതരായിരിക്കുന്നു. അങ്ങ് ഇല്ലാത്ത നമ്മുടെ രാജ്യം ഉത്സവങ്ങളും മംഗളകർമ്മങ്ങളും ഉപേക്ഷിച്ച് ഞങ്ങളെപ്പോലെ ദുഃഖത്തിൽ മുങ്ങിയിരിക്കുന്നു. അങ്ങ് നിരപരാധികളെ ദ്രോഹിച്ചതുകൊണ്ടാണ് അങ്ങക്ക് ഈ ദുരവസ്ഥ വന്നത്. ജീവികളെ ദ്രോഹിക്കുന്നവന് ഒരിക്കലും സുഖജീവിതം, സന്തോഷജീവിതം ഉണ്ടാവില്ല. ഭഗവാൻ സകല ജീവികളുടെയും ഉൽപ്പത്തിക്കും നാശത്തിനും കാരണഭൂതനാണ്. ആ ഭഗവാനെ അനാദരിക്കുന്നവന് എന്നും ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. ശ്രീശുക ബ്രഹ്മർഷി പറയാണ്: ലോകപാലകനായ ഭഗവാൻ ആ കംസപത്നിമാരെ ആശ്വസിപ്പിച്ച ശേഷം മരിച്ചവർക്ക് വേണ്ടി പിതൃകർമ്മങ്ങളെല്ലാം യഥാവിധി നടത്തിച്ചു. മാതരം പിതരം ചൈവ മോചയിത്വാധ ബന്ധനാത് കൃഷ്ണരാമൗ വവന്ദാദേ ശിരസാ സ്പൃശ്യ പാദയോഃ. പിന്നീട് രാമകൃഷ്ണന്മാർ മാതാപിതാക്കളെ കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിച്ചു. രാമകൃഷ്ണന്മാർ അവരെ ആദരപൂർവം ശിരസ്സുകൊണ്ട് അവരുടെ പാദങ്ങളിൽ സ്പർശിച്ചു വന്ദിച്ചു. എന്നാൽ ദേവകീ വസുദേവശ്ച വിജ്ഞായ ജഗദീശ്വരൗ കൃത സംവന്ദനൗ പുത്രൗ സസ്വജാതേ ന ശങ്കിതൗ. ദേവകീ വസുദേവന്മാർ അവരെ ജഗദീശ്വരന്മാരാണെന്നറിഞ്ഞ് ശങ്കാകുലരായി. വന്ദിച്ചു നിൽക്കുന്ന ആ പുത്രന്മാരെ ആലിംഗനം ചെയ്തില്ല, തൊഴുതുകൊണ്ട് തന്നെ നിന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം സമർപ്പിക്കണു. ഗോപസ്ത്രീകളെ പോലെ ഭക്തി അടിയനം തരണേ ഭഗവാനെ. സദാ അവിടുത്തെ സ്മരിക്കാനും നാമം ജപിക്കാനും ആനന്ദത്തോടെ ജീവിക്കാനും അടിയനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയൻ്റെ ഈ വാക്കുകൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.